യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം. അതേപോലെ തന്നെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു പുറത്തൊരു ടീ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് വീഡിയോസാക്കി ഇടാമെന്നേ. അപ്പോൾ സാധാരണ മെഷർമെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ബേക്കിംഗ് സോഡ മാത്രം ടീ കേക്കിൽ ചേർക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കണേ. 1/2 കപ്പ് പഞ്ചസാര മഞ്ഞയിലും 1/2 കപ്പ് പഞ്ചസാര വെള്ളയിലുമാണ് നമ്മൾ ചേർത്താണ് എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയിൽ മഞ്ഞക്കരി വീഴാൻ പാടില്ല. എങ്കിൽ നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതായത് വിപ്പിംഗ് ക്രീം രൂപത്തിൽ തന്നെ നമ്മൾ നല്ലോണം അടിച്ചെടുക്കണം. ഇതേപോലെ നമ്മൾ പാത്രം കമഴ്ത്തുന്ന സമയത്ത് തറയിലോട്ട് പോകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞ നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. അതിലോട്ട് നമ്മൾ വാനില എസൻസും മാംഗോ എസൻസും ബട്ടർ സ്കോച്ച് എസൻസ് 2-3 ഡ്രോപ്സും ബട്ടർ സ്കോച്ച് എസൻസും എല്ലാം കൂടെ ചേർത്ത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര മഞ്ഞയിലോട്ട് ചേർത്ത് നല്ലോണം അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഓയിലും അതേപോലെ തന്നെ പാലും കൂടെ അതിലോട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് പൊടികളെല്ലാം ചേർക്കുന്നത്. സാധാരണ കേക്കിലാണെങ്കിൽ നമ്മൾ ഓയിൽ മാത്രം അതിൽ ആദ്യം ചേർത്തതിന് ശേഷം മാവിടുന്ന സമയത്താണ് പാലും കൂടി ചേർക്കുന്നത്. ഇതിൽ അങ്ങനെയല്ല. ആദ്യമേ തന്നെ മിക്സ് ചെയ്തതിന് ശേഷമാണ് പൊടികളെല്ലാം ചേർക്കുന്നത്. പൊടികളെല്ലാം സാവധാനത്തിൽ തന്നെ സാവധാനത്തിൽ തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. വിസ്കോ സ്പാച്ചിലയോ വെച്ച് വേണം നമ്മൾ ഇതേപോലെ മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതും കൂടെ നമ്മൾ കുറച്ച് ഇതിലോട്ടിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് സാവധാനം നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബാറ്റർ പാത്രത്തിലോട്ട് ഒഴിച്ച് നമ്മളിപ്പം ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പം നല്ല രുചികരമായിട്ടുള്ള നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളെ ആരും ഇതുവരെയും കാണുന്നവരൊന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഒപ്പം നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നല്ല രുചികരമായിട്ടുള്ളത്, കാണുന്ന പോലെ തന്നെ രുചികരമായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരും ടാറ്റാ.